ഇനി അതോടൊപ്പം നിയ്യത്ത് ഉച്ചരിക്കൽ ഈ ഹദീസിലെ ഭാഗമല്ലെങ്കിലും ഈ വിഷയത്തിൽ വന്ന് ചർച്ചയാണ്. നാവ് കൊണ്ട് നിയ്യത്ത് പറയണോ വേണ്ടേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അമലിലും നിയ്യത്ത് പ്രത്യേകം ചൊല്ലിപ്പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഇന്ന വാക്കുപയോഗിക്കുക, എൻ്റെ രൂപത്തിൽ പറയണം എന്ന് പറയുന്ന നിയ്യത്തിൻ്റെ പദങ്ങൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല നിയ്യത്തിൻ്റെ സ്ഥാനം നാവല്ല, കൽബാണ്. ഇല്ല, നിയ്യത്തിൻ്റെ സ്ഥാനം നാവല്ല, നിയ്യത്തിൻ്റെ സ്ഥാനം കൽബാണ്. അതുകൊണ്ട് കൽബിൽ അവൻ്റെ ഉദ്ദേശം എന്ത്, നാവുകൊണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി അല്ല നിസ്കരിച്ചെങ്കിലോ? ഓൻ ജമാഅത്തിൽ വന്നിട്ടുണ്ട്, ക്ലാസ്സിന് മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്, പക്ഷെ കൂലിട്ടാൻ വേണ്ടി അല്ല എന്നാണെങ്കിലോ? നമ്മളിപ്പോൾ ഇതിലൊക്കെ ആളെ കണ്ടൊക്കെ സംഘാടകനും ഇതിനു വേണ്ടി ആൾക്കാർ രജിസ്റ്ററൊക്കെ ഞാനാണ്, ഇപ്പം ഞാൻ വരാൻ ഞാൻ പോലും എന്താ വിചാരിക്കാൻ എന്നാണ് ഈ കാര്യമില്ലല്ലോ. അപ്പം നാവ് കൊണ്ട് എന്ത് പറഞ്ഞു എന്നല്ല, കൽബിൽ എന്തുദ്ദേശമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ പലരും പറഞ്ഞു കാണുന്നു. പറഞ്ഞുതരാം. എന്നാൽ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ പിന്നെ വേറൊന്നും നേരം ഉണ്ടാവില്ല. കാരണം ഇന്നമൽ അഴ്മാലു പിന്നെ എല്ലാ അമലും നിയ്യത്ത് പ്രകാരമാണ്. അപ്പോൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം നിയ്യത്ത് ചെല്ലേണ്ടി വരും. അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു, ഇത് ഞാൻ പറയണം. നിങ്ങളൊക്കെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്ന് പറയണം. അങ്ങനെ നമ്മൾ നിയ്യത്താവുള്ളൂ. എന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആകെ 4-5 കർമ്മത്തിന് മാത്രമേ നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കുന്നുള്ളൂ. വുളൂവിനുണ്ട്, അതേപോലെ നിസ്കാരത്തിനുണ്ട്, തയമ്മുമിനുണ്ട്, നോമ്പിനുണ്ട്, സക്കാത്തിനുണ്ട്, പിന്നെ ഇത്തികാഫിനുണ്ട്. ഇങ്ങനെ ഒരു 5-6 കർമ്മത്തിന് മാത്രമാണ് നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കുന്നത്. പള്ളി കയറിയ ഇത്തികാഫിന് നിയ്യത്ത്, അതിന് മുമ്പ് ഒന്ന് പറഞ്ഞിരിക്കണ്ടേ? പള്ളി കയറുമ്പോൾ നിയ്യത്ത് വേണ്ടേ? പള്ളി കയറുമ്പോൾ നിയ്യത്ത്, പള്ളിക്ക് നേർച്ചപ്പെട്ടി കട്ടുണ്ടാകാൻ വരികയാണെങ്കിലോ പോലെ നിയ്യത്ത് മാറിയില്ലേ? അപ്പം നെയ്യത്ത് എല്ലാ രംഗത്തും വേണം, ഇതിന് മാത്രമല്ല. അതുകൊണ്ട് നെയ്യത്ത് ചൊല്ലി പറയാൻ കഴിയില്ല. ജീവിതത്തിലെ ഏത് അമലിനും നിയ്യത്ത് ആവശ്യമുണ്ട്. അത് പറയാൻ കഴിയുന്ന ഒന്നല്ല, അത് കൽബിൽ ഉണ്ടാവേണ്ടതാണ്.